ഒരു സ്റ്റിക്കി നോട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് പേജ് മാത്രം ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ വലിയ ഒരു ഇത് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ വരച്ച് കാട്ടിത്തരാം. അപ്പം ഞാൻ എന്താ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലല്ലേ നമുക്ക് പുറത്തേക്ക് നോക്കാം. അകത്ത് എക്സാമ്പിൾ ഇതാ ഈ ഒരു സാധനം ഇത് അണ്ണാൻ ഇല്ലേ ഇതാ കമ്പ്യൂട്ടർ ക്ലീനായിട്ട് കാണാം കേട്ടോ. ട്രേസ് ചെയ്ത് നമുക്കിപ്പോൾ സ്കൂളിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റിനായിട്ടോ ഇല്ലെങ്കിൽ ഡയഗ്രാം നോട്ട്സിൽ വരയ്ക്കാനായിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടഫാവും, അത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു സ്റ്റിക്കി നോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഞങ്ങളുടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു A4 ഷീറ്റോ ഏത് പേപ്പറാണ് നിങ്ങൾക്ക് വേണ്ട അങ്ങനത്തെ എത്ര വേണോ അത് ഒരെണ്ണം എടുക്കുക. അപ്പോൾ ഞങ്ങളിവിടെ 4 3 എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ, ഏത് എണ്ണ ആയാലും കുഴപ്പമില്ല, അതാ ഇതേപോലെ നമുക്ക് തേച്ചെടുക്കാം. ഒരു കർച്ചീഫ് എന്തെങ്കിലും സാധനം വെച്ച് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് തുണി വെച്ച് ഇങ്ങനെ ഓയിൽ മൊത്തം റിമൂവ് ചെയ്ത് കളയാം. ഫുള്ള് നല്ല ഇത് കാണാതിരിക്കുന്നില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഇതാ ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്ര ക്ലീൻ ആയിട്ട് കാണുന്നേ. നിങ്ങളൊരു ബുക്കിൽ വെക്കാൻ ഈ എണ്ണൊക്കെ ഇല്ലെന്ന് പറയുന്നത്. ഇതാ ഇത് കാണും, ഇത് നല്ല ക്ലീൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഓയിലൊക്കെ തേച്ച് അപ്ലൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഏത് ഇതിലാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് കിട്ടേണ്ടത് ആ ഒരു ഇതിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ആദ്യം ഇത് ഇവിടെ നടുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ലൈനിലേക്ക് ഈ ഒരു നെക്സ്റ്റ് തുമ്പിന്ന് അറ്റത്തേന്ന് ഇവിടേക്ക് കൊണ്ടുവരാം. അതിനെ നമുക്കിതാ ഇതിലെന്നെ നമുക്ക് കാണാൻ നോക്ക് ശരിക്കും. അങ്ങനെ നമുക്ക് വലിയ ഡയഗ്രാംസ് വരയ്ക്കാനായിട്ട് വലിയ ഇത് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് എത്ര വലുതാണോ അത്ര വലുതാക്കാം. ഞാനിപ്പോൾ കുഞ്ഞതാക്കുന്നുള്ളൂ. എനിക്കിപ്പോൾ ഇത്ര ഉള്ളത് വേണം, അതുകൊണ്ട് ഞാൻ ഇതേപോലെ തുറന്നുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങനെ മടക്കാം. അതിന് ശേഷം ഇതാ ഈ ഒരു തുമ്പിൽ നിന്ന് ഈ തുമ്പിലേക്ക് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും കുഞ്ഞത് വേണമെങ്കിൽ അത്രയും കുഞ്ഞതായി ഫോൾഡ് ചെയ്ത് ഇത് നടക്കിലെ ഈ ഒരു ലൈനിലേക്ക് അപ്പം ചെയ്തോണം. നെക്സ്റ്റ് സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇവിടെ വേഗം ആവാൻ വേണ്ടിയാണ് ചേച്ചി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ ഓപ്പൺ ചെയ്ത് ഇനി അത് കട്ടാക്കി എടുക്കാം. ചിലവരൊക്കെ പറയാറുണ്ട് ഈ അയൺ ബോക്സ് വെച്ച് ചെയ്താലേ ഈ ഒരു സാധനം ശരിക്കും വരുള്ളൂ. ഇല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അയൺ ബോക്സ് വർക്ക് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ഇല്ലാതെയും ഒരു ഇതില്ലാതെയും നിങ്ങൾക്ക് മതി. ഒരു കർച്ചീഫും ഇച്ചിരി ഓയിലും ഒരു പേപ്പറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാനാണെങ്കിൽ സ്റ്റിക്കി നോട്ട് സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ, യൂസ് ചെയ്യാം. ടേപ്പ്, വൈറ്റ് ടേപ്പ്. ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഒരു പേപ്പർ കട്ടാക്കിയതാണ് കേട്ടോ. ഇത് എത്രയുണ്ട്, നമുക്ക് എത്രയുണ്ടെന്ന് എണ്ണി നോക്കാം. 1 2. അപ്പം നമുക്കിതിൽ 17 സ്റ്റിക്കി നോട്ട് വരും കേട്ടോ. അപ്പം നമ്മൾ ഇതിന് ക്ലീനായിട്ട് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ ലെവലാക്കി കട്ടാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത് ഇപ്പുറത്ത് കുറച്ച് ചെയ്യാണ്ട്. പിന്നെ നമുക്ക് ഗമ്മ് വേണം കേട്ടോ. ഗമ്മ് വെച്ചിട്ട് നമുക്ക് ബുക്ക് പോലെ ആക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ ഇവിടെ ഇതിങ്ങനെ നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ ക്ലീനായിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് മേലെ നമുക്ക് ഗമ്മിടണം. അപ്പം ക്ലീനായിട്ട് ഇരുന്നോളൂ കേട്ടോ. നമുക്ക് ഗമ്മിടാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൽ ടേപ്പ് വെച്ച് അണ്ടിക്കാം, സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ബുക്ക് പോലെ ആക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഓരോ
ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലാണ് നമ്മൾ ഈ ഒരു ടേപ്പ് അണ്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ട് കാട്ടിത്തരാം. ഇതാ ഈ ഒരു ഷേപ്പിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്, ക്ലൗഡ് പോലെ. ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, ബട്ട് നമ്മൾ ഇതിന് ഇത് സ്റ്റപ്പൽ വെച്ച് എടുക്കുന്നതായിരിക്കും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലെ ചെയ്യാം, പക്ഷേ അപ്പോൾ അവള് പറഞ്ഞത് ഇതിൽ ഗം വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം, ബട്ട് ഇങ്ങനെ ഫുൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് എടുക്കാൻ പാടായിരിക്കും. ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്താൽ ബാക്കിത്തെ വിട്ട് വരുമോ എന്നൊരു പേടി. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്റ്റിക്ക് ചെയ്യണ്ട കേട്ടോ. പിന്നെ സ്റ്റപ്പൽ യൂസ് ചെയ്യാം. എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. അത് ഈ ഇതേപോലത്തെ ഷേപ്പ് നമുക്ക് ഇതിൽ റൈറ്റിങ്ങും ചെയ്യാം കേട്ടോ. നമുക്ക് വല്ല പോയിന്റ്സോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഇതിൽ വരയ്ക്കാം കേട്ടോ. നമുക്ക് ഇവിടെ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരയ്ക്കാൻ പറ്റും, ഒരു നോട്ട്ബുക്ക് പോലെ. അപ്പം നമുക്ക് ഇതിന് ഇങ്ങനെ യൂസ് ആകും. അപ്പം ഞങ്ങളുടെ ചിക്കമ്മയുടെ വീട്ടിൽ നിന്ന് കുറേ ചാമ്പങ്ങ എടുത്തിട്ട് വന്നു. അപ്പം അത് കഴിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ പണി. കഴിക്കാതെ ചെയ്യാൻ പറ്റില്ല, എനർജി വേണ്ടേ. അപ്പം ഫുള്ള് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പം അതാ ഞാനിതിനെ സ്റ്റെപ്പൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റെപ്പൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ വരയ്ക്കാം. ഞാനിപ്പോൾ വരച്ച് കാട്ടാട്ടോ. എൻ്റെ പേര് വരയ്ക്ക്. വേണ്ട, പിടിക്ക്. എന്താ യൂട്യൂബ് നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ഇത് വരച്ചപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് സ്റ്റിക്കി നോട്ട് ഉണ്ടാക്കാം. ഇവിടെ കാണാം, അവിടെ വരച്ചത് ഇവിടെ കാണാൻ പറ്റൂട്ടോ ഗൈസ്. ഇത് ബാക്കിലും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ട്രൈ ചെയ്യാതെ ചെറുതായിട്ട് കാണാൻ പറ്റും, പക്ഷെ ഫ്രണ്ടിലാണ് ശരിക്കും. അപ്പോൾ ഗൈസ് എനിക്കൊരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളാരും ഞങ്ങളുടെ ഈ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ലൈക്ക് തരുന്നില്ല. എന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസം ഉണ്ടായി ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്യും, അതിനുശേഷം അത് പിന്നെ തിരിച്ചെടുക്കും. അങ്ങനെ ചെയ്യാതെ ഞങ്ങൾക്ക് എല്ലാ ഗൈസും എല്ലാ കുട്ടി ഫ്രണ്ട്സും ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. പിന്നെ എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത്. ഈ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു സ്റ്റിക്കി നോട്ടിൻ്റെ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് അത് റിസൾട്ട് എങ്ങനെ ഉണ്ടായെന്നും പറയണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ രീതി ഇതാക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ അനിയത്തിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞാനത് DIMP6 എന്ന് വെച്ചു. നമുക്കിതൊന്ന് പിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്തിരി സ്റ്റിക്കി നോട്ടുകളാക്കിയിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്, ഒരു മിസ്റ്റേക്കായിപ്പോയി. അപ്പോൾ ഗൈസ് ദാ ഈ ഒരു പേര് വരയ്ക്കാനാണ് ഞാൻ ഒരു മിസ്റ്റേക്കാണെന്ന് പറഞ്ഞത് കേട്ടോ. ഫ്രണ്ട്സ്, ഇത് ഞാൻ വെറുതെ ഫസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലൈന്, ഇവിടെ ഈ സൈഡ് രണ്ട് ഫ്ലോപ്പ് ആയി പോയിട്ടോ ഗൈസ്. അതും ഇവിടെ പർപ്പിൾ കളറായി. അത് ഞാൻ കുളിക്കാൻ പോയപ്പോഴാണ് ഇവിളി തരാം. അത് ഞാൻ ഇത് വെക്കാൻ വേണ്ടി ഓർമ്മ ഇതേപോലെ കളർ അടിച്ചു വെച്ചിട്ടുണ്ടായി കാർഡ് ബോർഡിൽ. അപ്പോൾ ഇവളെല്ലാം ഉണ്ടാക്കിയത് ഫ്ലോപ്പ് ആയി പോയി. അപ്പൊ ഞാൻ വന്നിട്ട് ഇതിങ്ങനെ ഇത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായി. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ കളറായി. അപ്പൊ ഇവിടെ ഫുള്ള് കളറായി. അപ്പൊ ഇതാ നമ്മള് 1 2 3 4 5 സ്റ്റിക്കി നോട്ടുകളാണ് ഉണ്ടാക്കിക്കുന്നത് ഇവിടെ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടാണ് ഞങ്ങളിവിടെ പറഞ്ഞു തന്നേക്കണേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവർക്കുടെ അടുത്തും ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.